ഹലോ ഗൈസ്, ഇന്ന് ഞാനിപ്പോൾ ഈ കുടിക്കുന്നത് നല്ല അസൽ നുറുക്ക് ഗോതമ്പിന്റെ പായസമാണ് കേട്ടോ. അതും കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ പായസം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു കുക്കറിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നുറുക്ക് ഗോതമ്പ് നല്ല പോലെ ഒന്ന് കഴുകി കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് അതൊരു വിസിൽ വരാൻ കണ്ട് ഓഫ് ചെയ്തിടാം. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വേവായിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പിലോട്ട് നമുക്ക് ആ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2ാം പാലും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ആ 1/4 ഭാഗം വേവായിട്ടുള്ള ഗോതമ്പ് ബാക്കി ആ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വേവട്ടെ. ഒരു 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3-4 ഏലക്കായും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ചുക്കുപൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി നന്നായി ഒന്ന് കുറുകി വരട്ടെ. ലാസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി, നല്ല സിമ്പിളായിട്ട് കുക്കറിൽ ഒരു ഗോതമ്പ് പായസം തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ചധികം നെയ്യിലോട്ട് കുറച്ചധികം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് ഇതേപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം തയ്യാറായിട്ടുണ്ട്. അടിപൊളി ഗോതമ്പ് പായസമാണ് കേട്ടോ.